guys, welcome back to my YouTube channel. So നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 4th semester BA ഇംഗ്ലീഷിൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സായ ജേർണലിസ്റ്റിക് പ്രാക്ടീസസിലെ 4th ചാപ്റ്ററാണ് എഡിറ്റിംഗ് പ്രോസസ്സ്. സോ നമ്മളിപ്പോൾ മൊഡ്യൂൾ വൈസ് ആയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ 3rd ചാപ്റ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് ചാപ്റ്റർ ഇടാത്തതിൻ്റെ കാരണം കുറച്ച് ലെങ്തിയർ ആയിട്ടും കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാറുന്നത്, എന്നിട്ട് 3rd ചെയ്തത് കേട്ടോ. പിന്നെ 4th ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നോട്ട്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ ഞാൻ വേഗം തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും മൊഡ്യൂൾ വൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചാപ്റ്റർ 4 ആയി, ഇനി ഒരു 3 ചാപ്റ്ററും കൂടി. അല്ല 5th ചാപ്റ്ററാണ് കുറച്ച് വലുത്, പിന്നെ 6th and 7th വലിയ പ്രശ്നമില്ല. സോ നമുക്ക് നോക്കാം കേട്ടോ. സോ എഡിറ്റിംഗ് പ്രോസസ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. സോ ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എഡിറ്റിംഗ് ക്യാൻ ബി കാറ്റഗറൈസ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് തന്നെ വായിച്ച് നോക്കുക കേട്ടോ. പേജ് നമ്പർ 79 ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഡോക്ടർ പി ഷൈജു എന്ന് പറയുന്ന ആളുടെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്ക് എഡിറ്റിങ്ങിൻ്റെ എഡിറ്റിംഗ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട്. അതായത് 4 ടൈപ്സാണ് എഡിറ്റിങ്ങിനുള്ളത്. ഏതൊക്കെയാണ്? സബ് എഡിറ്റിംഗ്, ലൈൻ എഡിറ്റിംഗ്, ക്രിയേറ്റീവ് എഡിറ്റിംഗ്, ഡിസൈൻ എഡിറ്റിംഗ്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് സബ് എഡിറ്റിംഗ്. സോ സബ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ നോട്ട്സ് ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്താലും മതി. ഓക്കെ, സബ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സബ് എഡിറ്റിംഗ് എൻഷുർ ദാറ്റ് റൈറ്റർ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്. സോ സബ് എഡിറ്റിങ്ങിൽ ഈ റൈറ്റർ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിന് അക്കോർഡൻസ് ആയിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക എന്ന് നോക്കുന്നത്. പിന്നെ സബ് എഡിറ്റർ സ്പെല്ലിങ്, ഗ്രാമർ, സിൻടാക്സ്, പങ്ക്ച്വേഷൻ മാർക്ക് ഇതിനൊക്കെ കറക്റ്റ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല സ്പെല്ലിങ്, ന്യൂമറൽസ്, ഫോൺസ്, പിന്നെ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ, ക്യാപിറ്റലൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് നോക്കും. പിന്നെ അതുപോലെ പ്രൈമറി ഫോക്കസാണ് ഈ ചാപ്റ്ററിലെ പ്രൈമറി ഫോക്കസാണ് സബ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. സോ സെക്കൻഡ് വൺ ആണ് ലൈൻ എഡിറ്റിംഗ്. സോ ലൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റീവ് കണ്ടൻ്റ് ആണ് അല്ലേ. റൈറ്റിംഗ് സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജ് യൂസ് അറ്റ് ദ സെൻറ്റൻസ് ആൻഡ് പാരഗ്രാഫ് ലെവൽ. സോ ഇതൊരു സെൻറ്റൻസിലും പാരഗ്രാഫ് ലെവലിലുമാണ്. ഇത് ക്രിയേറ്റീവ് കോണ്ടൻറ്റ്സ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. ദ പർപ്പസ് ഓഫ് ലൈൻ എഡിറ്റിംഗ് ഇസ് നോട്ട് ഡിറ്റക്റ്റ് എറേഴ്സ്. അപ്പോൾ എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ലൈൻ എഡിറ്റിംഗ് യൂസ് ചെയ്യുക, ബട്ട് ഇറ്റ് ഫോക്കസ് ഓൺ ദ വേ യു യൂസ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ സ്റ്റോറി ടു റീഡ്. അതായത് ഏത് വേയിലൂടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ലാംഗ്വേജ് സ്റ്റോറിയിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നും കൂടി പറയുന്നുണ്ട്. ഈസ് യുവർ ലാംഗ്വേജ് ക്ലിയർ, ഫ്ലൂയിഡ് ആൻഡ് പ്ലഷറബിൾ ടു റീഡ്. അതായത് വായിക്കാൻ ക്ലിയറും ആണോ, പിന്നെ അതുപോലെ പ്ലഷറബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ അത് മാത്രമല്ല ക്ലാരിറ്റി ആൻഡ് സ്റ്റൈലും ഇതിൽ ചെക്ക് ചെയ്യും. നെക്സ്റ്റ് ആണ് ക്രിയേറ്റീവ് എഡിറ്റിംഗ്. സോ ക്രിയേറ്റീവ് എഡിറ്റിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഇസ് യൂസ്ഡ് ഫോർ photographic headlines, infographic and other graphic element to appeal to the readers and also to grab their attention. So ഇത് യൂസ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിക്കൽ ഹെഡ്ലൈൻസിന്, പിന്നെ അത് ഇൻഫോഗ്രാഫിക് ഹെഡ്ലൈൻസിന്, ഗ്രാഫിക് എലമെൻസിനൊക്കെ കൂടിയിട്ടാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള എഡിറ്റിങ്. സോ ഇതൊക്കെ നമ്മുടെ ഒറ്റ ലൈൻ അല്ലെങ്കിൽ ഒറ്റ വേർഡൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റുന്ന തരം ആണ് ജേർണലിസ്റ്റിക് പ്രാക്ടീസസിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഇതിൽ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റൻഷൻസ്, റീഡേഴ്സിൻ്റെ അറ്റൻഷൻസ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ന്യൂസ് പേപ്പേഴ്സ് ആർ ഇൻ കോമ്പറ്റീഷൻ വിത്ത് അതർ ഡൈനാമിക് ആൻഡ് വിഷ്വൽ റിച്ച് മീഡിയ. സോ ന്യൂസ് പേപ്പേഴ്സ് വളരെ കോമ്പറ്റീഷൻ വെക്കുന്നുണ്ട് വിഷ്വൽ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള വിഷ്വൽ ആയിട്ടുള്ള മീഡിയത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡിസൈൻ എഡിറ്റിംഗ്.
സോ ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ is the process of arranging materials on a newspaper according to editors and graphic guidelines and goals. So ഡിസൈനിങ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ന്യൂസ് പേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ ഗൈഡ് ലൈൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും എഡിറ്ററിൻ്റെയും അതുപോലെ അങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസൈനർ എഡിറ്റിംഗ് ഉണ്ടാവുക. സോ ഇതിൻ്റെ മെയിൻ ഗോൾസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻ ഗോൾസ് ആയിട്ട് ഇവിടെ പറയുന്നത് ഇൻക്ലൂഡ് ദ ഓർഡറിങ് ഓഫ് ന്യൂ സ്റ്റോറീസ് ബൈ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് വഴിയാണ് ഈ ഒരു ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് മേജർ ഗോൾ എന്ന് പറഞ്ഞാൽ ന്യൂസ് സ്റ്റോറീസാണ്. ന്യൂസ് സ്റ്റോറീസിൻ്റെ ഓർഡറിങ് ആണ് ഇതിന് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ ന്യൂസ് ഡിസൈൻസിൽ എന്തൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യും? ഗ്രാഫിക്, അതുപോലെ ഡിസൈൻ, ലേ ഔട്ട് ആൻഡ് പേജിനേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിജിറ്റൽ എഡിറ്റിങ്ങിൽ പറയുന്നത്. സോ നമ്മളിപ്പോൾ എന്താ നോക്കിയത്? എഡിറ്റിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡിറ്റിംഗ് ആണ് നോക്കിയത്. സബ് എഡിറ്റിംഗ്, ലൈൻ എഡിറ്റിംഗ്, ക്രിയേറ്റീവ് എഡിറ്റിംഗ് ആൻഡ് ഡിസൈനിങ് എഡിറ്റിംഗ്. നെക്സ്റ്റ് ആണ് ജനറൽ റൂൾസ് ഓഫ് എഡിറ്റിംഗ്. സോ ജനറൽ റൂൾസ് ഓഫ് എഡിറ്റിംഗ് 11 എണ്ണം ഉണ്ട്. സോ അതിൽ ഏതെങ്കിലും 5 എണ്ണം പഠിച്ചു വെക്കുക കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായ 5 എണ്ണം പറയാം. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റാണ് ഞാൻ പറയുന്നത് എൻഷ്വറിങ് accuracy. പേജ് നമ്പർ 80 ensuring accuracy. So good reporter is a key ingredients in ensuring accuracy. So accuracy എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഒരു ഗുഡ് ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കീ ഓർ പ്രൈം ഫങ്ഷനാണ് ഒരു ഗുഡ് റിപ്പോർട്ടർ എന്ന് പറയുന്നത്. ബട്ട് ഓൾ ഹു എഡിറ്റ് ദ സ്റ്റോറി ടു ഷെയർ ദെയർ റെസ്പോൺസിബിലിറ്റി. സോ അതിൽ എന്താ പറയുക, എല്ലാവരും എഡിറ്റ് ചെയ്യുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ആ സ്റ്റോറിയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കാണിക്കാനാണ്. സബ് എഡിറ്റേഴ്സ് എങ്ങനെയാണ് സബ് എഡിറ്റേഴ്സ് ഈ ആക്യുറസി ഒക്കെ എൻഷുർ ചെയ്യും, ചെക്ക് ചെയ്യും, റീചെക്ക് ചെയ്യും, പിന്നെ അതുപോലെ എന്താണ് ക്ലാരിഫൈ ചെയ്യും ഇൻഫർമേഷനെ പറ്റിയിട്ട്. പിന്നെ അതുപോലെ കെയർലെസ്നെസ്, ഒരുപാട് മിസ്റ്റേക്സ്, എംബ്രേസിങ് മിസ്റ്റേക്സ് ഉണ്ടാക്കാറുണ്ട്. സോ അങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടാക്കി എന്താണ് ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എൻഷുറിങ് ആക്യുറസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് തേർഡ് പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം പഠിച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ ജനറൽ റൂൾസ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളും പഠിച്ചോളൂ. ഇപ്പോൾ നമുക്ക് എക്സാം വരുന്നത് 6 ഡിസംബറിനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരമാവധി പറ്റുന്നത് പഠിച്ചു തീർക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, സോ സെക്കൻഡ് റൂളായിട്ട് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പോളിഷിങ് ദ ലാംഗ്വേജ്. സോ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പോളിഷിങ് ദ ലാംഗ്വേജിൽ എന്താണെന്ന് വെച്ചാൽ എഡിറ്റിംഗ് ഇൻവോൾവ്സ് പോളിഷിങ് ദ ലാംഗ്വേജ്. എഡിറ്റിങ്ങിൽ ലാംഗ്വേജിനെ പോളിഷ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ആൻ എഡിറ്റർ ഷുഡ് ഹാവ് എ തോട്ട് നോളജ് ഓഫ് ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് യൂസസ്. എഡിറ്ററിന് ഗ്രാമറിനെ കുറിച്ചിട്ടും ലാംഗ്വേജ് യൂസസിനെ കുറിച്ചിട്ടും അറിയണം. ആ ഒരു കാര്യം ഒരു മേജർ റോളാണ്. ലാംഗ്വേജ് അഗെയിൻസ്റ്റ് അബ്യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മേജർ റോളാണ് വഹിക്കുന്നത്. പീപ്പിൾ അറ്റ് ദ ഡെസ്ക് ഷുഡ് നോ ഹൗ ടു സ്പെൽ, ടു മേക്ക്, ക്രിയേറ്റ് എ സ്റ്റോറി ആൻഡ് റിട്ടൺ ഇൻ പ്രോപ്പർ ലാംഗ്വേജ്, to recognize and clarify passages and protect the meaning of words. സോ അവിടെ ആ ഡെസ്കിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്ങും അറിയണം, പിന്നെ ആ സ്റ്റോറീനെ കുറിച്ചുള്ള പ്രോപ്പർ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ ആ പാസേജസിനെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, മീനിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പാസേജസിനെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. Then clear writing, correct spelling and grammar contribution to better communication of ideas. So clear writing എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് സ്പെല്ലിംഗ് ആണല്ലേ, കറക്റ്റ് സ്പെല്ലിംഗ് കൊടുക്കും. എന്തിന്? ക്ലിയർ റൈറ്റിംഗ്, അതുപോലെ കറക്റ്റ് സ്പെല്ലിംഗ്, ഗ്രാമർ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആയിട്ട് ബെറ്റർ ഐഡിയാസിലൂടെ കമ്മ്യൂണിക്കേഷൻ പോകാൻ വേണ്ടിയിട്ടാണ്. Following are some of the frequent misspelled word. സോ മിസ്പെൽഡ് വേർഡ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ബലൂൺ, കോക്കനട്ട്, കൊക്കോകോള, അക്യുമുലേറ്റ്, ദെൻ എംബ്രേസസ്, വാക്യൂം, സെപ്പറേറ്റ്, റെസ്റ്റോറൻറ്റ്, പാരലൽ, ഒക്കേഷൻ, പ്രിവിലേജ്,
ക്വസ്റ്റനായോ അങ്ങനെ ഒരുപാട് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ താഴെ. ഓക്കെ, അപ്പോൾ ഒരുപാട് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്ത് പ്രൊട്ടക്ട് ദ ലാംഗ്വേജ്, പ്രൊട്ടക്ട് ആൻഡ് പോളിഷ് ഇൻ ദ ലാംഗ്വേജിൽ പറയുന്നത്. സോ നെക്സ്റ്റ് ആണ് making the story conform to style. So the word style in newspaper refers to the constancy provided by rules of usage in a newspaper. So ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് ഓരോ ന്യൂസ് പേപ്പറിനും ഓരോ തരത്തിലാണ് അല്ലേ. ആ ഒരു റൂളായിരിക്കണം ആ ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യേണ്ടത്. ആ ന്യൂസ് പേപ്പർ rules of style to avoid inconsistencies that would അനോയ് ദ റീഡറിനെ അനോയ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റൈൽസുകൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ സ്റ്റൈൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറിലൊരു സെൻസ് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല ഇറ്റ് വുഡ് ബി ആബ്സെൻറ്റ് ഇഫ് ഗുഡ് ബൈ വർ യൂസ്ഡ് ഇൻ വൺ സ്റ്റോറി ആൻഡ് ഗുഡ് ബൈ ഇൻ ദ നെക്സ്റ്റ്. ഇപ്പം ഗുഡ് ബൈ എന്ന് പറയുന്നത് നമ്മൾ ഗുഡ് GOD ആൻഡ് ബൈ എന്നുള്ള BY. അപ്പോൾ അതിന് പകരം ഗുഡ് എഴുതി BY എഴുതി കഴിഞ്ഞാലൊക്കെ ഒരു ആബ്സെൻ്റ് ആണല്ലേ. പിന്നെ ഇവിടെ AB വാജ്പേയിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റൻസിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. സ്റ്റൈൽ ബുക്സ് പ്രൊവൈഡ് ഗൈഡൻസ് ഇൻ സ്പെല്ലിംഗ്, വേർഡ് യൂസേജ്, പങ്ക്ച്വേഷൻ, ടൈറ്റിൽസ് ആൻഡ് മെനി അതർ ഏരിയാസ്. സ്റ്റൈൽ ബുക്സിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ നല്ലൊരു ഗൈഡൻസ് കൊടുക്കും. പിന്നെ അതുപോലെ എന്താ കൊടുക്കുക, ടൈറ്റിൽ, പങ്ക്ച്വേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. നെക്സ്റ്റ് ആണ് എലിമിനേറ്റ് പാസേജ് ഇൻ പുവർ ടേസ്റ്റ്. സോ എലിമിനേറ്റിംഗ് പാസേജസ് ഇൻ പുവർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ന്യൂസ് പേപ്പർ പോളിസീസ് ഉണ്ടാവും. അത് എന്താ പറയുക, ആ ഒരു കാര്യം ബാൻ ചെയ്തിട്ടുള്ള ടൈപ്സ്. സോ അത് പെർമിറ്റ് ദ യൂസേഴ്സ് ആർ സം വേർഡ്സ് ബട്ട് നോട്ട് അതേഴ്സ്. ചിലതൊക്കെ ചില വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, ചിലതൊക്കെ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, റെപ്യൂട്ടഡ് ന്യൂസ് പേപ്പർ ബൈ കൺവിൻസിങ് ഡു നോട്ട് പബ്ലിഷ് എ റേപ്പ് വിക്ടിംസ് നെയിംസ് ഓർ അതർ ഐഡൻറ്റിറ്റി. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അപ്പോൾ നല്ല ന്യൂസ് പേപ്പേഴ്സൊക്കെ നമ്മൾ മലയാളം ന്യൂസ് പേപ്പേഴ്സ് തന്നെ എടുത്ത് നോക്കാം, മാതൃഭൂമി, മനോരമ, അങ്ങനെ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടാവില്ല. സോ അതിലൊക്കെ എങ്ങനെയാണ്, ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് റേപ്പ് വിക്ടിമിൻ്റെ പേരൊന്നും നമ്മളങ്ങനെ കൊടുക്കില്ല. അതുപോലെ ന്യൂസ് ചാനലിലും അതുപോലെ റേപ്പ് വിക്ടിംസിൻ്റെ പേര് കൊടുക്കില്ല, ചിലപ്പോൾ ചെയ്ത ആളുടെ പേര് കൊടുക്കും, വിക്ടിംസിൻ്റെ പേര് അവിടെ കൊടുക്കില്ല. കാരണം അവരുടെ ഐഡൻറ്റിറ്റീസ് ഒന്നും വെളിപ്പെടുത്തില്ല, അത് ശരിയല്ല. ഓക്കെ, അതാണ് എന്താ പറയുക എലിമിനേറ്റിംഗ് പാസേജസ് ഇൻ പുവർ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മാധ്യമം എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഒരിക്കലും ഫിലിം അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും പബ്ലിഷ് ചെയ്യില്ല. ഫോട്ടോഗ്രാഫീസ്, ഡ്രസ്റ്റ് വുമൻസ്, അതുപോലെ നമ്മൾ ഈ ഇങ്ങനെ നമ്മുടെ ഷോസൊക്കെ ഇല്ലേ, ഈ ഫേമസ് ഷോസ്, കല്യാൺ, ജയലക്ഷ്മി, അങ്ങനത്തെ ഹൈപ്പിലുള്ള സ്റ്റോഴ്സിൻ്റെയൊക്കെ മോഡൽസിനൊക്കെ നമ്മൾ കാണാറുണ്ട്. പുൽമൂട്ടിൽ സിൽക്സ്, അതുപോലെ ഷീമാട്ടി, അതിലൊക്കെ നമ്മൾ ഓരോ മോഡൽസിനെ കാണിക്കാറുണ്ടല്ലോ. സോ അതൊന്നും മാധ്യമം ന്യൂസ് പേപ്പറിൽ കാണില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് handling news agency copies. So news agency will provide 100 of news stories from all over the world to a newspaper desk. സോ ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ന്യൂസ് സ്റ്റോറീസ് പ്രൊവൈഡ് ചെയ്യും അല്ലേ. എന്തിന്, ന്യൂസ് ഡെസ്കിൽ, ഒരുപാട് ന്യൂസ് ഡെസ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും. ന്യൂസ് പേപ്പർ യൂസ് ദീസ് റിപ്പോർട്ട്സ് ആൻഡ് ഫോട്ടോഗ്രാഫി എസ്പെഷ്യലി ഫോർ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട്സ് ആൻഡ് ബ്രേക്കിംഗ് സ്റ്റോറീസ്. സോ ന്യൂസ് പേപ്പേഴ്സ് കൂടുതലും എങ്ങനത്തെ ന്യൂസസ് ആണ് പ്രൊവൈഡ് ചെയ്യാറ് എന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ന്യൂസസ് ആണ് കൂടുതലും പുറപ്പെടുവിപ്പിക്കുക. ഓൺ സം ഒക്കേഷൻ അലേർട്ട് സബ് എഡിറ്റർ ക്യാൻ ഡിറ്റക്ട് എക്സ്ക്ലൂസീവ് ന്യൂസ് ഫ്രം സച്ച് റിപ്പോർട്ട്. സോ ചില ന്യൂസ് ഏജൻസീസ് ആ ഒക്കേഷനിലൊക്കെ അലേർട്ടായിരിക്കുന്ന എഡിറ്റേഴ്സ് എക്സ്ക്ലൂസീവ് ന്യൂസസൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എഡിറ്റിംഗ് പിക്ചേഴ്സ് ആൻഡ് ഡിസൈനിങ് പേജസ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, എഡിറ്റിംഗ് പ്രോസസ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഈസ് എ പാക്കേജ് ഓഫ് ന്യൂസ് സ്റ്റോറി ഇൻ എ പേജ്. അതൊരു ന്യൂസ് സ്റ്റോറി പാക്കേജ് ഒരു പേജിന്. ഡിസൈനിങ് ദ പേജ് ഹെൽപ്പ് ദ റീഡർ ടു അണ്ടർസ്റ്റാൻഡ് ഫാസ്റ്റർ ആൻഡ് റീഡ് മോർ ഓഫ് വാട്ട് ഈസ് റിട്ടൺ. എന്താണ് എഴുതിയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ കാണും. The packaging or designing of a newspaper is considered as important at its
കോണ്ടൻറ്റ്. സോ ഇങ്ങനെ ഒരു ഡിസൈൻ, ന്യൂസ് പേപ്പറിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് കോണ്ടൻറ്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആ റിപ്പോർട്ടറിൻ്റെ പ്രൈമറി കാര്യത്തിന് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ ഒരു ഗുഡ് എഡിറ്റർ എങ്ങനെയാണ്, ഗുഡ് എഡിറ്റർ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഗുഡ് റൈറ്റിംഗ് ആണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എഡിറ്റിംഗ് പിക്ചേഴ്സ് ആൻഡ് ഡിസൈൻ പേജസിൽ പറയുന്നത്. സോ നമ്മളിപ്പോൾ 5 പോയിൻറ്റ്സോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്, എൻഷുർ ആക്യുറസി, പ്രൊട്ടക്റ്റ് ആൻഡ് പോളിഷ് ദ ലാംഗ്വേജ്, പിന്നെ മേക്ക് ദ സ്റ്റോറി കൺഫോം ടു സ്റ്റൈൽ, പിന്നെ നമ്മൾ പറഞ്ഞത് എൻഷുർ ദ പാസേജ് ഇൻ പുവർ ടേസ്റ്റ്, ആൻഡ് ലാസ്റ്റ് എഡിറ്റ് പിക്ചേഴ്സ് ആൻഡ് ഡിസൈൻ പേജസ്. പിന്നെ നമ്മളിത് പറഞ്ഞു, ഇത് ഹാൻഡ്ലിങ് ന്യൂസ് ഏജൻസി കോപ്പീസ്. ഓക്കെ, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് നോക്കുന്നത് വെച്ചാൽ റൈറ്റിംഗ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടുവരുന്നതാണ് റൈറ്റിംഗ് ഹെഡ്ലൈൻസിനെ പറ്റിയിട്ടല്ലേ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റിംഗ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോവാം. ഓക്കെ, സോ റൈറ്റിംഗ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഹെഡ്ലൈൻസ് ആർ ദ വേർഡ്സ് ആൻഡ് ഫ്രേസസ് പ്രിൻറ്റഡ് ഇൻ ലാർജ് ടൈപ്സ് ഓവർ ഈച്ച് സ്റ്റോറി ഇൻ എ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ. സോ ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര വലിയൊരു ഫ്രീസ് അല്ലെങ്കിൽ ഒരു വേർഡൊക്കെയാണ്, ഒരു ലാർജ് ടൈപ്പിലാണ് അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവുക ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ മാഗസീനിൽ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈസാണ് ഹെഡ്ലൈൻസിൻ്റെ. ഓരോ മീൻസ് ഇപ്പോൾ സബ് ഹെഡിങ് ആയാലും നമ്മൾ ഹെഡിങ് ആയാലും ഓരോ വലിപ്പം കൊടുക്കില്ല, അതുപോലെ. അത് മാത്രമല്ല, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റിപ്പോർട്ടിങ്. ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ റിപ്പോർട്ട് ചെയ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 85 അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ഒരു പേപ്പർ കട്ടിങ്. സോ മെനി റീഡേഴ്സ് റീഡ് ഓൺലി ഒരുപാട് ആൾക്കാർ എങ്ങനെയാണ് റീഡ് ചെയ്യുക, ഹെഡ്ലൈൻസ് മാത്രം, അതായത് അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അതിൻ്റെ ഉള്ളിലത്തെ എന്താ പറയുക, ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഒരു സമ്മറി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സമ്മറി കിട്ടാൻ, പിന്നെ ആ റീഡേഴ്സിൻ്റെ അട്രാക്ഷൻ എന്താണ് ഈ ന്യൂസ് എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഹെൽപ്പ് ദ റീഡർ ഇൻഡെക്സ് ദ കണ്ടൻറ്റ്സ് ഓഫ് ദ പേജ്. അതായത് ആ ഒരു ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മളൊരു 3ാമത്തെ പേജിലാണ് ഇന്നൊരു ന്യൂസ് കണ്ടത്. ഇപ്പോൾ അത് കൃഷി ബേസ് ചെയ്തിട്ടൊരു ന്യൂസാണ്. അപ്പോൾ നമുക്ക് ആ 3ാമത്തെ പേജിൽ കൃഷി ബേസ് ചെയ്തിട്ടൊരു ന്യൂസ് കണ്ടു എന്നുള്ള ഹെഡ്ലൈൻ നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആ സ്റ്റോറിയുടെ മൂഡ് നമുക്ക് മനസ്സിലാവാൻ പറ്റും, ആ ന്യൂസ് പേപ്പറിൻ്റെ ടോൺ നമുക്ക് മനസ്സിലാവാൻ പറ്റും, ബെറ്റർ ലേ ഔട്ട് കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ന്യൂസ് റൈറ്റിംഗ് ഹെഡ്ലൈൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഹെഡ്ലൈൻസ് ഹാവ് ബീൻ യൂസിങ് ദ പ്രസൻറ്റ് ടെൻസ് ടു ഡിസ്ക്രൈബ് ഇവൻറ്റ്സ് that have already happened. സോ ആ ഒരു ഡിസ്ക്രൈബ്ഡ് ഇവൻറ്റ്സിന് പ്രസൻറ്റ് ടെൻസിന് ഓൾറെഡി ഹാപ്പൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ദ ആർഗ്യുമെൻറ്റ് ഈസ് സപ്പോർട്ടഡ് ഓഫ് ദിസ് സ്റ്റൈൽ ഈസ് ദാറ്റ് ഇറ്റ് പുട്സ് ദ റീഡർ in the middle of the action and gives the reader a feel of participation. അപ്പം റീഡറിനൊരു ഫീൽ ഓഫ് പാർട്ടിസിപ്പേഷനും കൂടി കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു എഫക്റ്റീവ് റൈറ്റിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈനിൽ കൊടുക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഡു നോട്ട് യൂസ് ആർട്ടിക്കിൾസും ഡിറ്റർമിനേഴ്സും. അതായത് ആർട്ടിക്കിൾസ് ഗ്രാമറിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും പറയും എ ആൻഡ് ദ എന്നുള്ള വേർഡ്സ്. പിന്നെ ഡിറ്റർമിനേഴ്സ് ആയിട്ട് ദിസ് ദാറ്റ്, ഒന്ന് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി നമ്മളതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ കൺജങ്ഷൻസ്, റീപ്ലേസ് കൺജങ്ഷൻസ് ആൻഡ് വിത്ത് എ കോമ. കൺജങ്ഷനെ റീപ്ലേസ് ചെയ്തിട്ട് ആൻഡ് കൊടുക്കുക. ഓക്സിലറി വേർബ്സ് പാടില്ല, വി ഹാവ്, ഡു എന്നുള്ളതൊന്നും. പിന്നെ ഷോർട്ട് ഫോംസ് പാടില്ല. പിന്നെ അതുപോലെ എന്താ കോലം മാർക്ക് ഇടാൻ മറക്കരുത്. പിന്നെ സെമി കോളൻ, ഇപ്പോൾ ഒരു കാര്യം സെപ്പറേറ്റ് ചെയ്യാൻ സെമി കോളൻ മസ്റ്റ് ആണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റൈറ്റിംഗ് ഹെഡ്ലൈൻസിൽ പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഹെഡ്ലൈൻ. സോ ടൈപ്സ് ഓഫ് ഹെഡ്ലൈനിൽ എന്താ പറയുന്നത് വെച്ചാൽ, എത്ര ടൈപ്സ് ഓഫ് ഹെഡ്ലൈൻ പറയുന്നുണ്ട് ഇതിൽ? 3 പറയുന്നത്. ഹാങ്ങിങ്, ഇൻവേർട്ട് പിരമിഡ്, ഫ്ലാഷ് ലെഫ്റ്റ്, ഹെഡിങ്.
സോ ഇതാണ് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഫാഷൻ, പിന്നെ അതുപോലെ ചേഞ്ച്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് റിമെയിൻ ചെയ്യും. ഏർലി ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്, ഫേസ്റ്റ് ന്യൂസ് ആണ് അല്ലേ. ഇറ്റ്സ് ഡിസിപ്ലിൻ ലൈൻസ് ഫോർ ഷോർട്ട് ആൻഡ് സ്ലെഞ്ചർ, ഷോർട്ടായിട്ടും സ്ലെഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ് വാസ് നത്തിങ് മോർ ദാൻ എ ടോപ്പിക്കൽ ലേബൽ ലൈക്ക് ലാസ്റ്റ് ഫ്രം യൂറോപ്പ്, ലാസ്റ്റ് ഫ്രം വാർ ഫണ്ട്, പ്ലേസ് ന്യൂ എക്സെട്ര. ഓക്കെ, അത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും എക്സാമ്പിൾസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. നിങ്ങൾ ആ ടെക്സ്റ്റിലെ പേജ് നമ്പർ 87 കൊടുത്ത ഹാങ്ങിങ് ഐഡൻറ്റിഷൻ, ഇൻവേർട്ടഡ് പിരമിഡ്, പിന്നെ അതുപോലെ ഫ്ലാഷ് ലെഫ്റ്റ് ഹെഡ്ലൈൻ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ടൈപ്സ് ഓഫ് ഹെഡ്ലൈനിൽ ഈ മൂന്നേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്, റൈറ്റിംഗ് എഡിറ്റോറിയൽ. സോ റൈറ്റിംഗ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എന്താണ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, റൈറ്റിംഗ് ഗുഡ് ക്യാപ്ഷൻ, ഹൗ ടു റൈറ്റ് ഗുഡ് ക്യാപ്ഷൻസ് എന്ന്. ക്യാപ്ഷൻസ് റൈറ്റ് ചെയ്യേണ്ട 4 റൂൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് മച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ എന്നാലും ജസ്റ്റ് നോക്കിക്കോളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 88 അത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൽ എന്താ പറയുക, ക്യാപ്ഷൻസിൻ്റെ ഷോർട്ട് നോട്ട് അല്ല വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഷോർട്ട് നോട്ട് അവിടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് ആണ് റൈറ്റിംഗ് എഡിറ്റോറിയൽ. സോ എ ഗുഡ് എഡിറ്റോറിയൽ ഇസ് കെയർഫുള്ളി construct analyzed essay in which the writer explains, interpret and apprise an event or public issue. സോ ഒരു ഗുഡ് എഡിറ്ററിൽ എങ്ങനെയായിരിക്കണം, അത് കെയർഫുള്ളായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യണം, പിന്നെ അതുപോലെ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്യണം, പിന്നെ അതിനെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും വേണം. അത് ഇനിയിപ്പോൾ എന്ത് ഇവൻ്റ് ആയാലും പബ്ലിക് ഇഷ്യൂ ആയാലും എന്തായാലും. ആൻഡ് എഡിറ്റോറിയൽ ഈസ് യൂഷ്വലി ഡിസ്ക്രൈബ്ഡ് ആസ് ദ മിറർ ഓഫ് ദ ന്യൂസ് പേപ്പർ ഒപ്പീനിയൻ. സോ ഒരു എഡിറ്റോറിയൽ എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മിറർ ഓഫ് ന്യൂസ് പേപ്പർ ഒപ്പീനിയൻ ആയിരിക്കണം. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദ കൺസൈൻ ഓഫ് എ ന്യൂസ് പേപ്പർ. പേപ്പറിൻ്റെ ഒരു കൺസൈൻസ് ആണ് ആ ഒരു കാര്യം എന്നുള്ളത്. ഒരു എഡിറ്റോറിയൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്താണ്, ന്യൂസ് പേപ്പറിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും പിന്നെ വ്യൂ പോയിൻറ്റ്സിൽ പ്രസൻറ്റേഷനും പിന്നെ പെർട്ടിക്കുലർ പോളിസി പ്രോഗ്രാംസും, ഒരു ഈവൻ വിത്തൗട്ട് കളറിങ് ദ റെഗുലർ ന്യൂസ് സ്റ്റോറി, എന്താണ് റെഗുലർ ന്യൂസ് സ്റ്റോറീനെ കളർ ചെയ്യാണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ നമ്മൾ പേജ് നമ്പർ 89 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത്രയും കാര്യങ്ങളാണ് റൈറ്റിംഗ് എഡിറ്റോറിയലിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് എഡിറ്റോറിയൽ. സോ ടൈപ്സ് ഓഫ് എഡിറ്റോറിയലിൽ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇൻ്റർപ്രറ്റീവ് എഡിറ്റോറിയൽ, ആക്ഷൻ ഓറിയൻറ്റഡ് എഡിറ്റോറിയൽ, ക്രിട്ടിക്കൽ എഡിറ്റോറിയൽ, ഹ്യൂമറസ് എഡിറ്റോറിയൽ. അത്രയും കാര്യങ്ങളാണ്, അത്രയും എഡിറ്റോറിയൽസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഇതിൽ പറയുന്നത്. അതിൽ ഇൻ്റർപ്രറ്റീവ് എഡിറ്റോറിയലിൽ എന്താ പറയുന്നത്, ഈ എഡിറ്റോറിയലിന് റീഡേഴ്സിൻ്റെ നോളജും കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യണം, ഇഷ്യൂവിനെ പറ്റിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കഴിയും. ഇതിൽ ഇറ്റ് ഇൻസ്ട്രക്ട് ആൻഡ് എഡ്യൂക്കേറ്റ് റീഡർ ഓൺ ഗിവൺ ടോപ്പിക്, ഇഷ്യൂ ഓർ ഇവൻറ്റ്. ആ ഗിവൻ ടോപ്പിക് അല്ലെങ്കിൽ കൊടുത്തേക്കുന്ന ടോപ്പിക്കോ ഇവൻറ്റിനെയോ പറ്റി റീഡറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും കഴിയും. പിന്നെ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആക്ഷൻ ഓറിയൻറ്റഡ് എഡിറ്റർ. ആക്ഷൻ ഓറിയൻറ്റഡ് എഡിറ്റർ എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് എഡിറ്റർ മേ സജസ്റ്റ് വൺ ഓർ മോർ കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ എ വെരി സ്ട്രോങ് ലാംഗ്വേജ് സച്ച് ആസ് ഡിമാൻഡിങ് ദ ഇമീഡിയറ്റ് റോൾ ബാക്ക് ഓഫ് ദ ഹൈക്ക് ഇൻ പെട്രോൾ പമ്പ് or withdrawing of the steep increase of university exam fee. സോ ആക്ഷൻ ഓറിയൻറ്റഡ് എക്സാം എന്ന് പറയുന്നത് എന്താണ്, ഒരു സജഷനാണ്, എന്താണ് ഒരു കോഴ്സ് ഓഫ് ആക്ഷന് വേണ്ടിയിട്ടൊരു സജഷനാണ്. ഒരു ഭയങ്കര സ്ട്രോങ് ലാംഗ്വേജിലാണ് ആ ഒരു ഇത്. ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ പ്രൈസ് ഹൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ ഫീസ് കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആക്ഷൻ ഓറിയൻറ്റഡ് എഡിറ്ററിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ക്രിട്ടിക്കൽ എഡിറ്റർ. സോ ഇൻ ദ കേസ് ഓഫ് ക്രിട്ടിക്കൽ എഡിറ്റർ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ക്രിട്ടിക്കലായിട്ടുള്ള എഡിറ്റോറിയലിൽ വരുന്നത്. ഹ്യൂമറസ് എഡിറ്റോറിയലിന് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ അമ്യൂസ്മെൻറ്റ് രീതിയിൽ ഇൻജെക്റ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പേപ്പറിൽ അങ്ങനെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഒക്കെ ഒരു കാർട്ടൂൺ പോലെ കണ്ടു, അതൊക്കെ ഹ്യൂമർ കൈൻഡാണ് അല്ലേ. സോ അതുപോലത്തെയാണ് ഹ്യൂമറസ് എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ
പ്രിൻസിപ്പിൾസ് ഓഫ് ലേഔട്ട്. ലേഔട്ടിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേഔട്ടിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് നമ്മളിവിടെ 4 എണ്ണം പറയുന്നുണ്ട്. ബാലൻസ്, കോൺട്രാക്ട്സ്, പ്രൊപ്പോർഷൻ ആൻഡ് യൂണിറ്റി. സോ അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി, സിമ്പിളാണ്. ബാലൻസ് എന്ന് വെച്ചാൽ സെയിം എക്വിലിബ്രിയത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ്ലീസ്റ്റ് 2 or more എലമെൻറ്റ്സിനെ പേജിൽ യൂസ് ചെയ്യുക. ഓരോ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും, ഡ്രമാറ്റിക്കലി ഡിഫറെൻ്റ് ആയിരിക്കും. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പ്രിൻസിപ്പൾ റിലേഷൻഷിപ്പിനെ കമ്പാരിറ്റീവ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ന്യൂസിൻ്റെ ഡിസൈനും ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്, മേ ബി കമ്പയർ ടു അനദർ ഷേപ്പ് ഓഫ് ദ സ്റ്റോറീനെ കമ്പയർ ചെയ്തിട്ട്. യൂണിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ്, എഫക്റ്റിംഗ് എ പേജ് ലേ ഔട്ട് ദാറ്റ് ക്രിയേറ്റ്സ് എ സിംഗിൾ ഇംപ്രഷൻ. ആ പേജ് ലേ ഔട്ട് അതുമാത്രമല്ല ഒരു സിമ്പിൾ ഇംപ്രഷനും കൂടി ഉണ്ടാക്കുന്നതിനാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലൈൻ വെച്ചിട്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് പേജുനേഷൻ എന്ന് പറയുന്നത്. പേജുനേഷൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നു. സോ പേജുനേഷൻ മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ് പേജ് ലേ ഔട്ട് ഫോർ എ ഗിവൺ മെറ്റീരിയൽ. സോ മീൻസ് ആ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ നല്ലൊരു പ്രോസസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസിങ് പേജ് ലേ ഔട്ട് കൊടുക്കുന്നതിനാണ് പേജിനേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ ഒരുപാട് പേജിനേഷൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ടുഡേ മെനി ഓഫ് സച്ച് ആർ മെയ്ഡ്. ഇപ്പോഴത്തെ പേജിനേഷൻസ് ഒക്കെ മെഷീൻസ് വഴിയാണ് യൂസ് ചെയ്യുന്നത്. സം ഓഫ് കോമൺ സോഫ്റ്റ്വെയർ ന്യൂസ് പേജിനേഷൻ യൂസ് ചെയ്യുന്ന കോമൺ സോഫ്റ്റ്വെയർ ആണ് പേജ് മാക്സ്, ക്വാക്ക് എക്സ്പ്രസ്, ഇൻഡിസൈൻ, അങ്ങനത്തെയൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജിനേഷൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കവർ ചെയ്തെന്ന് വെച്ചാൽ നമ്മളൊരുവിധം എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ട്. അപ്പോൾ തന്നെ നമ്മളെ വീഡിയോ നല്ല ലെങ്തിയർ വീഡിയോ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഒരുവിധം എല്ലാ സെക്ഷൻസും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എഡിറ്റിംഗ് പ്രോസസ്സസ് പറഞ്ഞു. എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്താണ് സബ് എഡിറ്റിംഗ്, ലൈൻ എഡിറ്റിംഗ്, ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഡിസൈൻ എഡിറ്റിംഗ്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, ഓരോന്നും ചെറുതായ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ജനറൽ റൂൾസ് ഓഫ് എഡിറ്റിംഗ് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, റൈറ്റിംഗ് ഹെഡ്ലൈൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആ ജനറൽ റൂൾസ് ഓഫ് എഡിറ്റിങ്ങിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 5 പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 5 ഏതെങ്കിലും 5 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഞാനതിൽ കമൻറ്റായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ. പിന്നെ റൈറ്റിംഗ് ഹെഡ്ലൈൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ടൈപ്സ് ഓഫ് ഹെഡ്ലൈൻസ് പറഞ്ഞു, റൈറ്റിംഗ് ക്യാപ്ഷൻസ് പറഞ്ഞു, റൈറ്റിംഗ് എഡിറ്റോറിയൽസ് പറഞ്ഞു, ടൈപ്സ് ഓഫ് എഡിറ്റോറിയൽസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേ ഔട്ടിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പേജിനേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ 4 ചാപ്റ്ററിൽ നമ്മൾ 4 ചാപ്റ്ററായ എഡിറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ താങ്ക് യു.